നമസ്കാരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് PSC ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി വളരെ രസകരമായിട്ട് പഠിച്ചാലോ? വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങൾ ആണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ്. 4 വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിൽ വരുന്നുണ്ട്. PSCയിൽ വളരെയധികം പ്രാധാന്യമുള്ള കുറച്ച് വന്യജീവി സങ്കേതങ്ങളും അതുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തെ ആദ്യം പരിചയപ്പെടാം. കേരളത്തിൽ ആദ്യം നിലവിൽ വന്ന വന്യജീവി സങ്കേതം ആണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, കേരളത്തിൽ ആദ്യം നിലവിൽ വന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം ആയിട്ടുള്ള ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം ആണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകൾ പ്രകാരം 777 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിന്. എന്നാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ രേഖകൾ പ്രകാരം 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന് വരുന്നത്. അപ്പോ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ രേഖകൾ പ്രകാരം 925 കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകൾ പ്രകാരം 777 ചതുരശ്ര കിലോമീറ്ററും. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം തന്നെയാണ് പെരിയാർ വന്യജീവി സങ്കേതം. വേൾഡ് ബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുകൂടി ഓർത്തു വെക്കുക. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നുണ്ട്. 1934 കാലഘട്ടത്തിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതം ആണ്. അതായത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി വന്യജീവി സങ്കേതം എന്നായിരുന്നു. 1934 നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ആരാധനാലയമുണ്ട്. ഏതാണെന്നറിയോ? മംഗളാദേവി ക്ഷേത്രം ആണ്. ഈ മംഗളാദേവി ക്ഷേത്രത്തിന് അവകാശ തർക്കം തമിഴ്നാടും കേരളവും ഉന്നയിച്ചിട്ടുണ്ട്. തമിഴ്നാടും കേരളവും മംഗളാദേവി ക്ഷേത്രത്തിന്റെ പേരിൽ അവകാശ തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആണ് ചിത്തിര പൗർണമി. അപ്പോ പറഞ്ഞു വന്നപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. ചിത്തിര പൗർണമി മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ആണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതം ആണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം. കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം ആണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് വയനാട് വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം, അതുപോലെ കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർഹോള വന്യജീവി സങ്കേതം, ഈ 2 വന്യജീവി സങ്കേതങ്ങൾക്കും അടുത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം സുൽത്താൻ ബത്തേരി, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും വയനാട് വന്യജീവി സങ്കേതം ആണ്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1973 നിലവിൽ വന്ന വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ആയിട്ടുള്ള വന്യജീവി ആനയാണ്. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷണ മൃഗം ആന. അതുകൂടി ഓർത്തു വയ്ക്കുക. 1973 നിലവിൽ വന്ന മറ്റൊരു വന്യജീവി സങ്കേതം ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തുണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്താണ്?
കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അതുപോലെ 2010 ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ആയി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചു. അപ്പോൾ 2010 ഇന്ത്യയിൽ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 38ാമത്തെയും കേരളത്തിൽ 2ാമത്തെയും കടുവ സംരക്ഷണ കേന്ദ്രം ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ആണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. നെയ്യാർ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അവസാനത്തെ സംരക്ഷണ മേഖലയായിട്ടുള്ള അഗസ്ത്യർ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ആണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ. നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മരംകുന്നം ദ്വീപിലാണ് നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. മരംകുന്നം ദ്വീപിലാണ് നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പാർക്കിന്റെ മാതൃകയിൽ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് നെഹ്റു സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ പാർക്കിന്റെ മാതൃകയിൽ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് നെഹ്റു സുവോളജിക്കൽ പാർക്കാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളാം. ഈ നെയ്യാർ വന്യജീവി സങ്കേതവും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം തന്നെയാണ് നെയ്യാർ വന്യജീവി സങ്കേതവും. ചിന്നാർ വന്യജീവി സങ്കേതം അതും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം തന്നെയാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആണ് ചിന്നാർ വന്യജീവി സങ്കേതം. അതായത് കേരളത്തിലെ മഴനിഴൽ പ്രദേശം ആണ് ചിന്നാർ വന്യജീവി സങ്കേതം. വെള്ളക്കാട്ടുപോത്തിന്റെ സാന്നിധ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെള്ളക്കാട്ടുപോത്തുകൾ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ, വെള്ളക്കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രാമകൾ ധാരാളം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവുമായിട്ട് ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകത എന്താണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ 2019 കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. 2020 ജൂലൈ 3 കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. അപ്പോ കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2020 ജൂലൈ 3 കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം വരുന്നത്. 226 ഇനം പക്ഷികൾ, 41 ഇനം സസ്തനികൾ, 33 ഇനം ഉരഗങ്ങൾ, 23 ഇനം ഉഭയജീവികൾ. അപ്പോൾ 23 ഇനം ഉഭയജീവികൾ, 33 ഇനം ഉരഗങ്ങൾ തമിഴ്നാട്ടിലെ മുഗൂർത്തി ദേശീയോദ്യാനവുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതം ആണ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കേരളത്തിലെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. എന്നാൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമോ ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് അല്ലെങ്കിൽ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം ആണ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ് ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദി, ചീങ്കണ്ണിപ്പുഴ. അപ്പോൾ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്
കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കുടക് വനങ്ങളുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ഇനി പറയുന്നത് അത്രയ്ക്ക് പ്രാധാന്യമില്ല, എന്നാലും ഓർത്തു വെച്ചോളൂ. ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി വന്യജീവി സങ്കേതം സ്വാഭാവികമായിട്ടും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് വരിക. അപ്പോൾ തൊടുപുഴ, ഉടുമ്പൻചോല എന്നീ 2 താലൂക്കുകളായിട്ടാണ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ പൈനാവാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം വരുന്നത്. പൈനാവ്. പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നെടുമങ്ങാട് താലൂക്കിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതവും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വന്യജീവി സങ്കേതം തന്നെയാണ് പേപ്പാറ വന്യജീവി സങ്കേതവും. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ്? റീത്തവളകൾ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? അതുപോലെ കടവാവലുകൾ ധാരാളം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കുറുമാലി പുഴ ഉത്ഭവിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കുറുമാലിപ്പുഴ ഉത്ഭവിക്കുന്ന വന്യജീവി സങ്കേതം ചിമ്മിനി വന്യജീവി സങ്കേതം ആണ് കേട്ടോ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ. കടവാവലുകൾ ധാരാളം കാണപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനത്തിലാണ് കടവാവലുകൾ ധാരാളം കാണപ്പെടുന്നത്. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത്, ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ട്. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് മലബാർ വന്യജീവി സങ്കേതം ആണ്. കക്കയം വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. റീത്തവളകൾ ധാരാളം കാണപ്പെടുന്നത് മലബാർ വന്യജീവി സങ്കേതത്തിലാണ്, അഥവാ കക്കയം വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഒരുവിധം PSC ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ഡേ.